ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഛത്തീസ്ഗഡ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഛത്തീസ്ഗഡിലെ അംബികാപൂരിൽ നടക്കുന്ന ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷങ്ങളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. തെലങ്കാനയിൽ രാഷ്ട്രപതി നിലയത്തിൽ സംഘടിപ്പിക്കുന്ന ഭാരതീയ കലാമഹോത്സവ് 2025 ശ്രീമതി മുർമു പങ്കെടുക്കും. ആന്ധ്രാപ്രദേശിലെ ശ്രീ സത്യസായി ബാബയുടെ ശതാബ്ദി ആഘോഷങ്ങളിലും രാഷ്ട്രപതി സംബന്ധിക്കും. പ്രകൃതി കൃഷിയുടെ ആഗോള കേന്ദ്രമായി രാജ്യം മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദക്ഷിണേന്ത്യൻ പ്രകൃതി കൃഷി ഉച്ചകോടിയുടെ ഉദ്ഘാടനം കോയമ്പത്തൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ പരിസ്ഥിതി ആവാസ വ്യവസ്ഥ മെച്ചപ്പെടുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. PM കിസാൻ പദ്ധതിയുടെ 21ാം ഗഡുവും ശ്രീ നരേന്ദ്രമോദി കർഷകർക്ക് കൈമാറി. ബീഹാറിൽ JDU നേതാവ് നിതീഷ് കുമാർ നാളെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. പട്നയിലെ ഗാന്ധി മൈതാനത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും. ഇന്ന് പട്നയിൽ ചേർന്ന യോഗം NDAയുടെ നിയമസഭാ കക്ഷി നേതാവായി ശ്രീ നിതീഷ് കുമാറിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. തുടർന്ന് ഗവർണറെ കണ്ട് NDA നേതാക്കൾ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചതോടെയാണ് നിതീഷ് കുമാർ 10ാം തവണയും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. ഓഫ്ലൈൻ വെരിഫിക്കേഷൻ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി ആധാർ ആപ്പ് പുറത്തിറക്കുമെന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. പേപ്പർ രഹിത തിരിച്ചറിയൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവകാശപ്പെടുന്ന വോയിസ് മെയിൽ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പിൽ ഉൾപ്പെട്ട വ്യക്തിയുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തതായുള്ള വോയിസ് മെയിൽ വസ്തുതാ വിരുദ്ധമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച ഹർജികൾ സുപ്രീം കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. SIRന്റെ നടപടിക്രമങ്ങളും തദ്ദേശ തിരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി മുസ്ലിം ലീഗ് അഭിഭാഷകൻ ഹാരിസ് ബീരാൻ കോടതിയെ അറിയിച്ചതോടെയാണ് അടിയന്തരമായി പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചത്. SIR നടപടിക്രമങ്ങൾ നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പൂർണ്ണ സുതാര്യത ഉറപ്പാക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ. തിരുവനന്തപുരത്ത് ചേർന്ന പൊതുനിരീക്ഷകരുടെ ആദ്യ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ കർശന നിരീക്ഷണം നടത്തുന്നതിന് പൊതുനിരീക്ഷകർ പ്രവർത്തിക്കണമെന്നും ശ്രീ A. ഷാജഹാൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം സംസ്ഥാനത്ത് മറ്റന്നാൾ അവസാനിക്കും. ഇന്നലെ വരെ 7000-ഓളം പേർ പത്രിക സമർപ്പിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സൂക്ഷ്മ പരിശോധന 22-ന് നടക്കും. അടുത്ത മാസം 9-നും 11-നും 2 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്. 13-നാണ് വോട്ടെണ്ണൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണവും വാർഡുകളിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വൈഷ്ണ SLന് മത്സരിക്കാമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ തുടർന്ന് വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർക്കാനും കമ്മീഷൻ നിർദ്ദേശം നൽകി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേരില്ലാതെ വന്നതോടെ സ്ഥാനാർത്ഥിത്വം പ്രതിസന്ധിയിലാവുകയും തുടർന്ന് ഹൈക്കോടതി ഇടപെടുകയും ചെയ്തു. തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഡ്രഗ്സ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനകളിൽ 2 ലക്ഷത്തിലധികം രൂപ വിലയുള്ള വ്യാജ മരുന്നുകൾ പിടിച്ചെടുത്തു. തിരുവനന്തപുരം ബാലരാമപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആശ്വാസ് ഫാർമ, തൃശൂർ പൂങ്കുന്നം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മെഡ് വേൾഡ് ഫാർമ എന്നീ സ്ഥാപനങ്ങൾക്കെതിരെ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നിയമ നടപടികൾ സ്വീകരിച്ചു. സർവ്വവിജ്ഞാനകോശം മുൻ അസിസ്റ്റന്റ് എഡിറ്ററും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് പ്രാദേശിക കേന്ദ്രം മുൻ അസിസ്റ്റന്റ് ഡയറക്ടറുമായ S. കൃഷ്ണകുമാർ അന്തരിച്ചു. നിരവധി പരസ്യ ചിത്രങ്ങളുടെയും ഡോക്യുമെന്ററി ചിത്രങ്ങളുടെയും തിരക്കഥാകൃത്താണ്. സംസ്കാരം നാളെ മാവൂർ റോഡ് ശ്മശാനത്തിൽ. ഇന്ത്യ AI ഇംപാക്ട് പ്രീ സമ്മിറ്റ് കോൺഫറൻസ് നാളെ തിരുവനന്തപുരത്ത് നടക്കും. ചീഫ് സെക്രട്ടറി A. ജയതിലക് മുഖ്യ അതിഥിയാകും. കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയത്തിന് കീഴിലെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് ഓഫ് ഇന്ത്യയും ISACA തിരുവനന്തപുരം ചാപ്റ്ററുമായി സംയുക്തമായാണ് കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അടുത്ത വർഷം നടക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്ക് മുന്നോടിയായാണ് സമ്മേളനം. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സ്പോട്ട് ബുക്കിംഗ് കുറയ്ക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. നാളെ മുതൽ തിങ്കളാഴ്ച വരെ സ്പോട്ട് ബുക്കിംഗ് 5000-ആയി കുറയ്ക്കും. തീർത്ഥാടകർ ദർശനം ലഭിക്കാതെ തിരികെ പോകേണ്ടി വന്നത് ഏറെ ഖേദകരമാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപ ലക്ഷദ്വീപ മഹോത്സവത്തിന് നാളെ തുടക്കമാകും. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപ മഹോത്സവം ജനുവരി 14-ന് ലക്ഷദ്വീപത്തോടെയാണ് സമാപിക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.